അങ്ങനെ അത്താഴത്തിൽ ഞാൻ എണിച്ചു വന്ന് കണ്ടപ്പോൾ ആകെ ഷോക്കായിട്ട്. കാരണം ഇന്നലത്തെ ദോശയും ചമ്മന്തി ചിക്കൻ പൊരിച്ചൊക്കെ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ കസ്റ്റാർഡ് എന്താ സംഭവിക്കുക വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റാർഡ് തിന്നാൻ തോന്നുന്നതെന്നൊക്കെ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കണ വെച്ചപ്പോൾ ഞാൻ വേണ്ട, കാരണം 11:30 ആകുമ്പോൾ ഉമ്മക്ക് എടുക്കാമല്ലോ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ എണിച്ചപ്പോൾ ഞാൻ ആകെ ഷോക്കായി. ഉമ്മ ഇന്നലെ ഒക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് കസ്റ്റാർഡ് ഉണ്ടാക്കി വെക്കുക ഞാൻ പറഞ്ഞല്ലേ വിചാരിച്ചിട്ട്. നമ്മൾ ഉമ്മാരെ പോലെ ആരും ഉണ്ടാവില്ല മക്കളെ. നമുക്ക് തോന്നിയത് അവരല്ലാണ്ട് ആരാ നമുക്ക് ഉണ്ടാക്കി തരാം. എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഉമ്മയുടെ വിലയൊക്കെ മനസ്സിലായത്. എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് കിടന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കം വരുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ഗ്യാപ്പായില്ലേ. എന്നിട്ട് ഞാനൊരു 8:30 ആകുമ്പോൾ ഉണർച്ച വന്ന്, പക്ഷേ അവിടെ തിരിഞ്ഞ് മറിഞ്ഞ് കിടന്ന് വീണ്ടും ഉറങ്ങി. പിന്നെ ഷാമയൊക്കെ 9 മണിയാകുമ്പോൾ വിളിക്കുക പോകുമ്പോൾ. അപ്പോൾ പിന്നെ അപ്പോഴാണ് എണീച്ചത് കേട്ടോ. എന്നിട്ട് പിന്നെ രാവിലെ എണീച്ചിട്ട് എൻ്റെ സ്കിൻ കെയർ എല്ലാവരും ചോദിച്ചിരുന്നു കേട്ടോ. സ്കിൻ കെയർ എന്താ വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞാൻ നോർമലായിട്ട് കുറേ കാലത്ത് യൂസ് ചെയ്യുന്നത് ഒന്ന് പ്ലമ്മിൻ്റെ ഫേസ് വാഷും പിന്നെ പ്ലമ്മിൻ്റെ ടോണർ എന്നത് കാണാനില്ല. പിന്നെ അത് നാട്ടിൽ വന്ന ശേഷം യൂസ് ചെയ്തിട്ടില്ല, എവിടെ പോയി മിസ് ചെയ്യാൻ മേടിക്കണമെങ്കിൽ. പിന്നെ ഡോട്ട് ആൻഡ് കെയുടെ വിറ്റാമിൻ സിൻ്റെ ഒരു മോയ്സ്ചറൈസർ, നല്ല മോയ്സ്ചറൈസർ. ഇതാണ് എൻ്റെ സ്കിൻ കെയർ. പിന്നെ ഉച്ചവരെ ഞങ്ങൾക്ക് പണി ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, ഇന്നൊരു ടാസ്ക് ഉണ്ട്. ഇന്ന് ഐബുവിൻ്റെ ഫീഡിങ് നിർത്താനുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്തൊക്കെ ആവുമെന്ന് അറിയില്ല. രാവിലെ എണിച്ചപ്പോൾ നല്ല ഉഷാറിലാണ് മൂപ്പൊരാൾ. ഇനി ഫീഡിങ് നിർത്തി എന്താ അവസ്ഥ എന്ന് അറിയില്ല. ഇന്ന് എന്തായാലും നിർത്തി നോക്കണം. 2 വയസ്സായില്ലേ, ഇനി ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കലൊക്കെ കുറവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കഴിക്കുമെന്നൊക്കെ വിചാരിക്കണ്. മൂപ്പൊരാൾ നല്ല ഹാപ്പിയില്ല. അപ്പോൾ രാവിലെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫീഡ് ചെയ്യണ്ട എന്നുള്ള പ്ലാനിലാണ് നടക്കുന്നത് ഞാൻ. വലുതാ അങ്ങനെ നോക്കണേ. പിന്നെ മൂപ്പരാളപ്പോൾ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതാ മുറ്റത്ത് ഓടി കളിക്കും. പിന്നെ മേമ്പിൻ്റെ അടുത്ത് പോകും, അവിടെ കുറേ നേരം കളിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ഇവിടെ കളിക്കും. അങ്ങനെ രാവിലെ മൂപ്പരാൾ ഫുൾ എൻഗേജ്ഡ് ആവുക. അപ്പോൾ പിന്നെ വല്ലാണ്ട് ഇവിടെ നിന്ന് മാറ്റുമ്പോൾ വല്ലാണ്ട് കുഴപ്പമില്ല. കാരണം ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, 3 വീടുകളുണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ രാവിലെ ഇതുപോലെ കുറേ കളിയും ഇതൊക്കെ ആയിട്ട് അവനങ്ങനെ പാലിൻ്റെ ഒരു പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോലും മേമ്പിൻ്റെ അടുത്ത് നിന്ന് കുറേ നേരമൊക്കെ ഇങ്ങനെ ചോദിച്ച്, എന്നാലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്ത് ഉറക്കം വേണ്ട? ഞാൻ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഫീഡിങ് നിർത്തിയപ്പോൾ പാലപ്പിന്നൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു മൂപ്പരാൾ. അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ എൻഗേജ്ഡ്. പക്ഷേ ഉറക്കം വരാൻ നേരത്തെ നല്ല സീനായിരുന്നു. കരഞ്ഞിട്ട് അവനിപ്പോൾ അങ്ങനെ ഫീഡ് ചെയ്തിട്ട് ഉറങ്ങുക ചെയ്യുക. പാവട്ട നല്ല സീനായിരുന്നു. കരഞ്ഞ് ഉറങ്ങാൻ പറ്റാണ്ട് കുറേ ഇടങ്ങാറാക്കിയിട്ട് ഇപ്പോൾ ഇതാ ഉറക്കി കിടത്തിയേക്ക്. രാത്രി ഇതുപോലെ തന്നെ സീനാവും വിചാരിക്കണ്. ഉറങ്ങാൻ സീന്. ബാക്കിയുള്ള സമയത്ത് ഇവിടെ കുറേ ആൾക്കാരോട് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഇപ്പോൾ ഞാൻ ഇനി ഉറങ്ങുന്ന സമയത്ത് വേഗം എണ്ണയൊക്കെ വെച്ച് കുളിക്കട്ടെ. 2 കൈ കൊണ്ടിട്ടെ ഇതെവിടെ വെച്ചിട്ട് 2 കൈ കൊണ്ടിട്ടെ. ഇങ്ങനെ ഇട് 2 കൈ കൊണ്ട് ഇങ്ങനെ 2 കൈ കൊണ്ടും അങ്ങനെ 2 കൈ കൊണ്ടിട്ട് ഇങ്ങനെ ഇട്. അങ്ങനെ മൂപ്പരാൾ എണിച്ചപ്പോഴും ഇങ്ങനെ ചെറുതായി കിണിങ്ങിയ വലിയ പ്രശ്നമല്ല. ഉറങ്ങുമ്പോഴും പ്രശ്നം. പിന്നെ ഉമ്മ അവൻ്റെ മൈറ്റ് മാറ്റാൻ വേണ്ടി എന്തായാലും മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ പോവുക. അപ്പം ഉമ്മ അവനെ കൊണ്ട് മുന്തിരി ഇടിപ്പിക്കലും കഴുകാനൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ് ഇങ്ങനെ ഓരോന്നായിട്ട് മാറുമല്ലോ. അപ്പോൾ ഇവിടെ മുന്തിരി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുക വിചാരിച്ചാൽ, മുന്തിരിയിൽ കഴുകിയിട്ട് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് മുന്തിരി തിളപ്പിക്കാൻ പറഞ്ഞാൽ നല്ല തിള വരുന്ന പോലെ തിളപ്പിക്കില്ല. ജസ്റ്റ് ഒന്ന് മുന്തിരിയുടെ കളറ് മാറില്ലേ, അതുവരെ തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ചൂടായിട്ട് മിക്സിയിലിട്ട് അടിക്കുകയും ചെയ്യുക. അത് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യുക. വെക്കും തോറും നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. നിങ്ങളെങ്ങനെയാണ് മുന്തിരി ജ്യൂസ് അടിക്കാന്ന് പറയട്ടെ. ഓരോരുത്തർ വേറെ രീതിയിലാണ് അടിക്കുക. ഇത് നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ച ജ്യൂസ് മുന്തിരി തിളപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പണികളൊക്കെ തുടങ്ങണം കേട്ടോ. ഞാനൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മീമി വന്നിട്ട് ഇവിടെ കുറേ ആൾക്കാരോട് അവനിങ്ങനെ കൊണ്ടുപോകും. മീമി ഇവിടെ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവുകയാണ് വേണ്ടിയിട്ട് അപ്പോൾ അവനെടുത്തോണ്ട് കുറച്ച് നേരം അവിടെ കളിച്ച് അവൻ്റെ മൈൻഡ് മാറുമല്ലോ. ഫസ്റ്റ് സീസൺ തന്നെ ആയതുകൊണ്ട് പിന്നെ അവൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടി ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. നോമ്പിൻ്റെ കുറച്ച് കണ്ടില്ല. അപ്പം ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ തന്തൂരി. അയ്യോ മറന്നു പേര് പറഞ്ഞെന്തായിരുന്നു? ചിക്കൻ തന്തൂരി ബോക്സ് പാറ്റീസ്. അതായത് നമ്മളെ സമൂസ ഷീറ്റിൽ തന്തൂരി മസാല പോലെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കുമ്പോണ്ട്. അപ്പം അതിന് എന്തൊക്കെയുണ്ട് നമുക്ക് കാണാം. കമ്മണം. അപ്പോൾ അത് ഞാൻ ഒരു കുഞ്ഞു ക്യാപ്സിക്കം അറിയാൻ പോവാണ്. കുനുകുന അരിഞ്ഞെടുക്കാം. ഞാൻ റോസ് ഷോട്ടിൽ കാണിച്ചു തരാം.
അപ്പം ഇങ്ങനെ ക്യാപ്സിക്കം ഇങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ വെച്ചാൽ സാധാരണ ഇവിടെ ഒന്നും ചെയ്യാറൊന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ചെയ്യാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വിശക്കണ പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുക. പക്ഷെ നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയി പണിയൊക്കെ എടുക്കുമ്പോൾ ഒരു കുഴപ്പം തോന്നില്ല. അപ്പം ഞാൻ ഉമ്മയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ കണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും. അപ്പോൾ പിന്നെ നേരെ ഇങ്ങനെ പോകില്ല വെറുതെ ഇരിക്കണം കാട്ടി. അപ്പോൾ ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപ്സിക്കം വേണം, ഗാർലിക് വേണം, മല്ലിച്ചപ്പ് വേണം, ചിക്കൻ വേണം. ഇതാണ് ചോപ്പ് ചെയ്യാനുള്ള ഐറ്റംസ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഞാൻ ക്യാപ്സിക്കം നിങ്ങൾ കാണിച്ചല്ലോ. ഇനി ഗാർലിക്കും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ചിക്കനും ചോപ്പ് ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കി എന്തൊക്കെ മസാല ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ചോപ്പ് ചെയ്യാൻ ഞാൻ അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. 3 അല്ലി മതി. ഇത് വലിയ ഗാർലിക്കാണ്. വലിയത് നിങ്ങൾ ചോദിക്കും ഗാർലിക് എന്നൊക്കെ പറഞ്ഞു, വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ മിക്ക ഇൻഗ്രീഡിയൻസ് ചെയ്യുമ്പോഴും ഇഞ്ചിയാണ്. ഇപ്പൊ സമൂസക്കും കട്ട്ലേറ്റിനൊക്കെ ഇഞ്ചിയാണ് ഇടുക. ഇതിനെന്താണോ ഗാർലിക് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേറെ ഉണ്ട് കേട്ടോ. വേറെ കാര്യം ഞാൻ എന്തൊക്കെ പറയാം, പൊട്ടത്തരം പറയാൻ നിൽക്കന്നെ അറിയുന്നില്ല. ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ഇതാണ് നമ്മുടെ മസാലാസ്. കാശ്മീരി ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, ബട്ടർ, ഒരു സ്ലൈസ്ഡ് ചീസ്, ഉപ്പ്, മുളക് പൊടി. ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ മറ്റേ ഒരു ചീസും കൂടി ഇടും, പറഞ്ഞുതരാം. ഫസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിക്കാം, ഇത്തിരി കുറച്ച് ഓയില്, അപ്പം തന്നെ കുറച്ച് ബട്ടർ, കുറച്ച് ഓയിലും ബട്ടറും കൂടി മിക്സ് ആക്കി തീ ലോ ഫ്ലെയിമിൽ വെച്ചോട്ടോ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഗാർലിക് ചോപ്പ് ചെയ്തിടാം. ബട്ടറിൽ സോട്ട് ചെയ്യുമ്പോഴും മണം. വാവ്, ഇത് ഗാർലിക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടോട്ടോ. എനിക്ക് ബട്ടർ വേഗം ഗാർലിക് ഇടാവും. എന്നിട്ട് നമ്മളൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ട് വെള്ള കളറൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ ഇളക്കുക. ഇട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കൂട്ടിയാൽ മതി, അത്ര കൂട്ടേണ്ട ആവശ്യമില്ല. വൈറ്റ് കളറൊക്കെ ഒന്ന് നല്ല മണമാണ് ഈ ബട്ടർ ഗാർലിക്കിലിട്ട് അല്ല ഗാർലിക് ബട്ടറിലിട്ട് സോട്ട് ചെയ്യുമ്പോൾ. നമുക്ക് ആർക്കെങ്കിലും മണം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഗാർലിക് ഇട്ടിട്ടുണ്ടല്ലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി ഇടാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി നേരത്തെ നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ട് കുരുമുളക് പൊടി ഇത്തിരി ഇടാം. ഒക്കെ കുറച്ച് ഇട്ടാൽ മതി. കാരണം എരിവുള്ള സംഭവങ്ങളാണ്. തന്തൂരി പറയുമ്പോൾ എരിവ് തന്നെയാണ്. എന്നാലും നമ്മള് എരിവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി ഇട്ടു. നമുക്ക് അധികം എരിവും ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ കുറച്ചല്ലാതെ ഇടുക. അങ്ങനെ ആ ചില്ലി ഫ്ലേക്സ് ഇട്ട് അത് കഴിഞ്ഞിട്ട് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് അധികം എരിവുണ്ടാവില്ല, കളറല്ല ഉണ്ടാവുക. കാശ്മീരി ചില്ലി പൗഡർ ഇടാം. പിന്നെ ഇവിടുത്തെ ചില്ലി പൗഡർ ഞാൻ അധികം ഇടുന്നില്ല, കാരണം ഇത് ഭയങ്കര എരിവാ. അപ്പൊ ഞാൻ കുറച്ചിടണുള്ളൂ. നമുക്ക് നോക്കിയിട്ട് ഇടാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മൾ നല്ലപോലെ ഇളക്കി സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളമൊക്കെ പോയി കിട്ടണം കേട്ടോ. അത് ഇളക്കണി വെള്ളം ഉണ്ടാവാണ്ട് ഡ്രൈ ആയിട്ട് കിട്ടണം.
ഈ വെള്ളത്തിൻ്റെ ഒരു അംശം പോയിട്ട് ഈ മസാല ഒക്കെ ഇതിൽ പിടിച്ച് നല്ല പോലെ ഡ്രൈ ആയി കിട്ടുന്ന വരെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നേരത്തിനായിട്ടും വെള്ളമൊക്കെ കുറച്ച് വറ്റി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ക്യാപ്സിക്കം ഇടുക, അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ച് കൊറിയാൻഡർ ഇടുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് മയോനീസും ഒരു സ്ലൈസ്ഡ് ചീസും ഇടുക. എന്നിട്ട് നമ്മൾ ഷീറ്റ് മടക്കുന്ന സമയത്താണ് ഞാൻ മസാല ചീസ് ഇടുന്നുള്ളൂ കേട്ടോ, ഇപ്പം ഇടില്ല. മയോനീസൊക്കെ നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇത്ര ആഡ് ചെയ്തിട്ട് നോക്കട്ടെ. ഇത് സ്ലൈസ്ഡ് ചീസ് നമുക്ക് ആഡ് ചെയ്യാം. ഈ സമയത്തൊക്കെ തീ കുറച്ച് വെക്കണം. ആഡ് ചെയ്ത മസാല ചീസ് കുറച്ച് കഴിഞ്ഞിട്ട് ഷ്രെഡഡ് മസാല ചീസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ചീസ് എല്ലാത്തിക്കും മയോനീസും ചീസും എല്ലാത്തിക്കും ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മയോനീസൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ഇപ്പം എണ്ണ ഇറങ്ങി വരുന്നത് ഇവിടെ നിന്ന് മനസ്സിലാവും. നേരത്തെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ തന്തൂരി അല്ലേ, അപ്പം നമുക്ക് തന്തൂരി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർക്കോൾ ഒന്ന് കത്തിച്ച് വെക്കണം. അത് ഉമ്മ കത്തിച്ച് വെക്കട്ടെ, ചാർക്കോൾ കത്തിച്ച് വെക്കാൻ അറിയില്ല. ഉമ്മ അവിടെ ചാർക്കോൾ കത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഉമ്മ വെച്ചോളൂ. ഇടയിൽ വെച്ചിട്ട് നമ്മളൊന്ന് കുറച്ചൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കുക. അപ്പോൾ ആ ഒരു ചാർക്കോളിൻ്റെ മണയ്ക്ക് വരുമ്പോൾ ഒരു തന്തൂരിയുടെ ഒരു ഇത് അങ്ങനെയാണ്. ചാർക്കോൾ അവിടെ വെക്ക്, മൂട് സോറി എണ്ണ വെക്കണം ഗൈസ്, തല തിരിഞ്ഞ് വെക്കണം. നമുക്ക് ആ ബോക്സ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ 2 സമൂസ ഷീറ്റ് എടുത്തിട്ട് ക്രോസ് പോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ നമുക്ക് എത്ര മസാലയാണ് വേണ്ടത്. സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മസാല വെക്കണം നല്ലത്. കടിക്കുമ്പോൾ ഓവറായിട്ട് ഇങ്ങനെ ഇതാവണ പോലെ തോന്നും. അപ്പോൾ പിന്നെ മസാല എത്രയാണ് വെക്കേണ്ടത് വെച്ച് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മൈദയും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് വെക്കുമല്ലോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അത് നമ്മൾ ബ്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചീസ് വെക്കണം കേട്ടോ. ചീസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്തെടുക്കുക, ഞാൻ മറന്ന്. മസാല ചീസ് ചിലർ മസാലയിൽ തന്നെ ഇടും, പക്ഷെ നമ്മൾ ഇതിങ്ങനെ ബോക്സ് ആക്കുമ്പോഴാണ് ഇട്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്തെടുക്കുക. മൈദ ബ്രഷ് ചെയ്തെടുത്തിട്ട് 4 ഭാഗം ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ എണ്ണയിൽ ഇടുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാത്ത രീതിയിൽ, അതായത് ഉള്ളിലേക്ക് എണ്ണ പോയിട്ട് നമ്മൾ സമൂസ ഷീറ്റ് പൊട്ടിത്തെറിക്കാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയാ വെച്ചാൽ നമുക്ക് സൗകര്യം പോലെ ഒരു ബോക്സ് പോലെ മടക്കിയെടുക്കാം. ചിലൊരു സ്റ്റൈലിന് ഇതിങ്ങനെ വെട്ടിയിട്ടൊക്കെ ആക്കാറുണ്ട് ലാസ്റ്റത്തെ, പക്ഷെ ഞാൻ അതിനൊന്നും മെനക്കെടാൻ നിന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇതാക്കി വെച്ചിട്ട് എല്ലാം കൂടി സെറ്റാക്കി അവിടെ വെക്കും. പൊരിക്കൽ പിന്നെ ഇപ്പോൾ 3:30-4 മണി സമയം അയച്ചോളൂ. പൊരിക്കൽ ഞാൻ ആ സമയത്ത് ചെയ്തെടുക്കുള്ളൂ. അപ്പം ഞാൻ ഐബൂസ് പോയ ഗ്യാപ്പിൽ അങ്ങനെയൊക്കെ സെറ്റാക്കി കേട്ടാ. പിന്നെ അവൻ അവിടെ പോയിട്ട് വരുമ്പോൾ നല്ല ഹാപ്പിയായിരുന്നു. പിന്നെ ആ മറ്റേൻ്റെ കാര്യമൊന്നും അവനക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് വരുമ്പോൾ പാപ്പ മുട്ടായൊക്കെ മേടിച്ചു കൊടുത്തതിലും പിന്നെ അവിടെ കസിൻ്റെ മോനുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ചെറിയ ഉണ്ണി, അവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയി കളിച്ചതിൽ അവനായിട്ട് കളിച്ച സന്തോഷത്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുട്ടായി കിട്ടിയ ഹാപ്പിയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം അതൊക്കെ ആയിട്ടിരുന്ന് അവൻ്റെ മൈൻഡ് അങ്ങനെ സെറ്റായി പോകും. പക്ഷെ ഇങ്ങനെ കുട്ടികളെ ഫീഡിങ് നിർത്തുമ്പോൾ പാവം തോന്നുന്നത് എന്താണെന്ന് പറയുക, ഉറങ്ങാണ സമയത്തൊക്കെയാണ് പാവം തോന്നിട്ട്. കാരണം ഇവനൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഫീഡ് ചെയ്ത് ഉറങ്ങുന്ന ആളാണ്. ഉറങ്ങുമ്പോൾ മസ്റ്റായിട്ട്. ബാക്കിയുള്ള സമയത്ത് പിന്നെ ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഗൾഫിലത്തെ ഞാൻ പെട്ടിരുന്നു. ഷൊർണൂരാകുമ്പോഴും അങ്ങനെ ആൾക്കാരില്ല. ഞാനും ഉമ്മയും മാത്രമല്ല. ഒരു ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടിയിരുന്നു. ഇവിടെ പിന്നെ 3 വീട്ടിൽ അങ്ങനെ ആൾക്കാരുള്ളതുകൊണ്ട് കേട്ടോ ഇന്നത്തെ കാര്യം അങ്ങനെ സ്മൂത്തായി പോയത്. അവൻ മിക്കതും പുറത്താവും മീമിലെടുത്താവും അങ്ങനെ കളിക്കണായതുകൊണ്ട്. പിന്നെ ഞാനങ്ങനെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം TV കാണാൻ വിചാരിച്ചിട്ട്. ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ ഫുൾ ടൈം TV കാണാൻ ആളല്ല, പക്ഷെ ഇപ്പം നോമ്പായിട്ട് അങ്ങനെ TV വെക്കാറില്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ വെക്കാറുള്ളൂ. കുറച്ച് നേരം അങ്ങനെ കാണാറുള്ളൂ. ഫുൾ ടൈം അങ്ങനെ കാണാറൊന്നുമില്ല. പണ്ടത്തെ പോലെ അങ്ങനെ TV അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് കുറച്ച് നേരം ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് നല്ല ക്ഷീണം തോന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കാണും. അതാ ഉമ്മാനെ കടിക്കണ. കടുവ ഇവിടെ നല്ല ഓടിക്കളിയിലാണ്. അവിടെ നല്ല കളിയില്ല. ഞാൻ അവിടെ കുറച്ച് TV കാണും. എന്താ വേണ്ട? എന്താണ്
അപ്പില്ലേ മറന്നാ എങ്ങണ്ട് ഉറക്കം വേണ്ട കുറേ നേരം കളിച്ചപ്പോഴേ മൂപ്പരാൾക്ക് ഇങ്ങനെ ദാഹിക്കുണ്ടാവില്ല. ദാഹിക്കുമ്പോൾ വെള്ളമൊന്നും കുടിക്കൂല. അതാണ് പ്രശ്നേ. ഇപ്പം ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫീഡിങ് നിർത്തിയാലും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഭക്ഷണം കഴിക്കൽ കുറവായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ കിണിങ്ങിയപ്പോൾ വേഗം പാല് കൊടുത്തിട്ട് തിളപ്പിച്ചു. പാലൊന്നും പിന്നെ കുടിച്ചിട്ട് തന്നെ ഇല്ല. അങ്ങനെ എന്നിട്ട് ബൈക്കുമ്പോൾ നാജി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ബേബി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടോ. അപ്പം അങ്ങനെ കുടിച്ച്. അല്ലാണ്ട് ഇവ രക്ഷയില്ല. ഇവൻ വെള്ളവും പാലും ഒന്നും കുടിക്കില്ല. അതാണ് പ്രശ്നമേ. എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കുടിപ്പിച്ച് അങ്ങനെ രാജിലൂടെ ബൈക്കുമ്പോൾ പറഞ്ഞു വെച്ച്. ഇനി നമുക്ക് നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഉമ്മ ഇതാ പത്തിരിയാണെന്ന് ഉണ്ടാക്കുന്നത്. പത്തിരിക്ക് വേണ്ടിയിട്ട് ഉമ്മ ഇതാ കുഴച്ചോലെ വാട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ മെത്തേഡിൽ കൂടെ ഇപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചില്ലേ, അതിലുണ്ടാക്കുക. ഉമ്മക്ക് പിന്നെ ഉണ്ടാക്കിയിട്ട് ശരി. ഉമ്മ പത്തിരി പരത്തുന്നത് കണ്ടാലാണ്. ഉമ്മയും അമ്മയൊക്കെ എന്ത് സ്പീഡിൽ പത്തിരി പരത്തുകയെന്ന് അറിയുമോ? ഭയങ്കര സ്പീഡിൽ പരത്തിയെടുക്കും. നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കും. ഇതുപോലെ നമ്മൾ പരത്തിയ ശരിയാവാറില്ല കേട്ടോ. ഞാൻ പ്രസ്സിലൊന്നും ആക്കിയിട്ട് പിന്നെ പരത്തിയെടുക്കുക ചെയ്യുക. അതൊക്കെ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച ബോക്സ് പാറ്റീസ് അത് പൊരിച്ചെടുക്കണം കേട്ടോ. നേരത്തെ പിന്നെ ആക്കി വെച്ചിട്ട് പിന്നെ അവിടെ കുറച്ച് ടി വി കണ്ടിരുന്ന ഐബുവിനെ കുറച്ച് നേരമൊക്കെ സെറ്റാക്കിയിട്ടല്ലേ പൊരിച്ചിട്ടുണ്ടെന്നില്ല. ഇനി അതൊക്കെ പൊരിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങളിവിടെ 4 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് 2 ദശ വെച്ചിട്ടാണ് ആക്കിയത്. വേഗം വയറ് ഫുള്ളാവുന്ന സാധനം കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ പൊരിച്ചെടുത്തിട്ട് ബാക്കിയുള്ള വിശേഷം കാണാം. ഇങ്ങനെ നേരെ ഇരുന്ന് എടുക്കല്ലേ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സാധനം ആ ചീസ് വലിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. ടേസ്റ്റ് എന്നിട്ട് വെറൈറ്റി എനിക്കിഷ്ടമായി. പിന്നെ മറ്റാൾക്ക് മെല്ലെ ഇതാക്കിയിട്ട് കുപ്പിയിൽ പാലൊക്കെ വെച്ച് കൊടുത്തേക്ക് കുറച്ചൊക്കെ കുടിക്കണമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ രാത്രി ഒരാൾ പുറത്തിറങ്ങിയിട്ട് നല്ല കളിയായിരുന്നു. കുറച്ച് നേരം അങ്ങോട്ടോട് രാത്രി കുറച്ച് നേരം കളിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നേരം പോവും. അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ ഇടങ്ങാറാവും. ഫസ്റ്റ് ദിവസമല്ലേ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നേരം പോവും. കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിരുന്നാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് പത്തിരിയും ചമ്മന്തിയും പാലും ചിക്കൻ കറിയൊക്കെ ഇരുന്നിട്ടാണ്. നിങ്ങളെവിടെ പാലൊക്കെ കൂട്ടുമോ പറയട്ടെ. നമ്മളവിടെ പാൽ കൂട്ടിയിട്ടാണ് പത്തിരി കഴിക്കുക. പക്ഷേ ഷൊർണ്ണൂരൊന്നുമില്ല. ഷാമയൊക്കെ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഇതെന്താ പാൽ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ നമ്മളവിടെ തൃശ്ശൂരൊക്കെ പാലിൽ മുക്കിയിട്ട് നല്ല ടേസ്റ്റല്ലേ പാലും പത്തിരി. പക്ഷേ ഇക്കിപ്പോൾ എന്താ വെച്ചാൽ രാത്രി കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. നോമ്പ് ചെറുകടയൊക്കെ വെച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് വെള്ളം കുടിച്ചിട്ടേ ഞാൻ ഇപ്പം ഇങ്ങനെ കഴിക്കാറ്. പത്തിരി പാലിലായിട്ട് മുക്കിയെടുക്കുക. നല്ല ടേസ്റ്റിൻ്റെ ചിക്കൻ കറി കൂട്ടി. ഞാൻ 2 പത്തിരിയൊക്കെയാണ് കഴിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തീരെ നോമ്പ് തുറന്നിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ അത്താഴത്തിനായിട്ട് കഴിക്കാം. അങ്ങനെ ആയിട്ട് പിന്നെ കുറച്ചൊരു ഐബിൻ്റെ വന്നിട്ട് ഭയങ്കര സ്നേഹം എന്തൊക്കെയായിരുന്നു. വെറുതെ ഇന്ന് ഓരോന്ന് ഡോക്ടറൊക്കെ ആയിട്ട് കളിക്കുക, ഇന്ന് ഉമ്മക്കുക, സ്നേഹിക്കുക. ഭയങ്കര രാത്രി ഭയങ്കര പൊടിച്ചില്ലായിരുന്നു ഉറങ്ങാണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങുമ്പോൾ എന്തൊക്കെയാണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ നാളെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്ന് കുട്ടി ഉറങ്ങിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നല്ല കളി. കുട്ടികൾക്ക് രാത്രി ഭയങ്കര കളിയാണ്. വയറൊക്കെ ഫുള്ളായി കഴിഞ്ഞാൽ ഭയങ്കര പൊരിച്ചിലും കളിയാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാരുള്ളതുകൊണ്ട് അവിടെ പകലൊന്നും വല്ലാണ്ട് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടെന്നില്ല. ഇന്നലെ എന്തില്ല രാത്രി സീനാണെന്ന് ഉറപ്പ് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് സീനായിരുന്നല്ലോ. കണ്ട 11:45. പക്ഷേ ഇതുവരെ കുട്ടികൾ ഉറങ്ങിയിട്ടില്ല. എല്ലാ കളിയിലാണ്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത റംസാൻ വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ തന്തൂരി ബോക്സ് പാറ്റീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തിൽ കാണാൻ. ടാറ്റാ ബൈ, സീ യു. ലൈറ്റ് ഓഫ് ആകട്ടെ.